കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നടൻ സുരേഷ് ഗോപി പ്രകടിപ്പിക്കുന്നത്. തൃശൂർ മാത്രമല്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളും ബി.ജെ.പിയുടെ ഒപ്പം വരുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശൂരിൽ 2 വർഷമായി ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള കർമ്മം മാത്രമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. വീർ സവർക്കർ വന്നാലും ബി.ജെ.പി ജയിക്കില്ലെന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രസ്താവനയ്ക്കും സുരേഷ് ഗോപി മറുപടി നൽകുന്നുണ്ടായിരുന്നു. വീർ സവർക്കർ വന്നാൽ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ജനങ്ങളാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അവരെടുത്ത് ചോദിക്കേ, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാരനായിരുന്നുമില്ല. വീർ സവർക്കർ ഒക്കെ അവര് പറയും. പിന്നല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവര് പറയുമോ? ഇല്ലല്ല. പറയൂ, അങ്ങനെ പറയൂ. അവരുടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ വന്നാൽ ജയിക്കുമെന്ന് കോൺഗ്രസുകാർ ഒരിക്കലും പറയില്ലെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. അതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ബി.ജെ.പി ശക്തമായ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള ബി.ജെ.പി ബൂത്ത് തല യോഗങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ബൂത്ത് തല യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നാണ് സൂചന ലഭിക്കുന്നത്. നാട്ടിക, പുതുക്കാട്, ഒല്ലൂർ, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക. കേന്ദ്ര ഫണ്ട് മുഖേന നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സുരേഷ് ഗോപിയുടെ ശ്രമം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പ്രചരണമല്ല നടത്തിയത്. അതിപ്പം ഞാനാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തൃശ്ശൂര് പോലെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ എത്രയോ മണ്ഡലങ്ങളിൽ പോയി അല്ലേ? അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് അദ്ദേഹം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. തൃശ്ശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ആണോ? ഏത് ബഡ്ജറ്റ്? ഇല്ല. കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് അതിന് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല. അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളുമില്ല. അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണില്ലേ? അതിനപ്പുറം എന്തോ? സ്നേഹമൊന്നുമില്ല. എന്തിനു സ്നേഹം? ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യത്യസ്തമായ മത്സരമാണ് തൃശൂരിൽ നടക്കാനിരിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചരണത്തിന് തുടക്കം കുറിച്ചതും സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും മണ്ഡലത്തെ താരപരിവേഷമുള്ളതാക്കുന്നുണ്ട്. ബി.ജെ.പി ഏറ്റവും കൂടുതൽ ജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസും ഇവിടെ ജയം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് മല്ലികാർജുൻ ഖാർഗെയെ തന്നെ മണ്ഡലത്തിൽ എത്തിച്ചത്. സുധാകരൻ ഒഴികെ മറ്റ് മണ്ഡലങ്ങളിൽ എല്ലാം സിറ്റിംഗ് എംപിമാർ തന്നെ എത്തുമെന്ന ധാരണയാണ് കോൺഗ്രസിലുള്ളത്. മറുവശത്ത് LDF-ൽ തൃശൂർ സീറ്റ് CPI-ക്കുള്ളതാണ്. എന്നാൽ പതിവില്ലാത്ത വിധം ഇക്കുറി ദേശീയ നേതൃത്വം പരിഗണിക്കുന്ന 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. മുൻമന്ത്രി VS സുനിൽകുമാർ എത്തുമെന്നാണ് നിലവിലെ ധാരണ. അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിൽ പോരാട്ടം വളരെ ശക്തമാകുമെന്നാണ് വിലയിരുത്തലുകൾ. രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും വിലയിരുത്തിയതുപോലെ തന്നെ തൃശൂരിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശൂർ. അതുപോലെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാണ് സുരേഷ് ഗോപി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ
പരിപാടികളിലൊക്കെ പങ്കെടുത്തതും വലിയ രീതിയിലുള്ള ജനശ്രദ്ധ പിടിച്ചുപറ്റാനും ജനപിന്തുണ ഉറപ്പുവരുത്താനും ഒക്കെ സഹായിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതും വിലയിരുത്തപ്പെടുന്നുണ്ട്. കോൺഗ്രസും BJPയും ഒരുപോലെ തന്നെയാണ് പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിരുന്നാൽ പോലും BJP ആണ് പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്ന കാര്യത്തിലുമൊക്കെ തൃശൂർ മണ്ഡലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. മുൻപുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ, അതായത് സുരേഷ് ഗോപി മുൻപ് നടത്തിയ BJP ഒക്കെ മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലെത്തി തൃശ്ശൂരിലെത്തി നടത്തിയ പ്രചരണമൊക്കെ തന്നെ ഇലക്ഷനെ സ്വാധീനിക്കുമോ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ, ഒരു ജയസാധ്യത ഉറപ്പുവരുത്താൻ സാധിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.